ഹലോ ഹായ്. നമ്മളിന്ന് കുളത്തൂപ്പുഴ അമ്പലത്തിൽ ഉത്സവം പ്രമാണിച്ച് തൊഴുവാനായിട്ട് വന്നതാണ്. അന്നേരം കുളത്തൂപ്പുഴ അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം. നാളെയാണ് വിഷു. നമ്മൾ നാളെ നല്ല തിരക്കായതുകൊണ്ട് ഇന്ന് 1-ാം തീയതി ആയിട്ട് വന്നതാണ്. നാളെ വലിയ പാടായിരിക്കും. സപ്താഹ മഹോത്സവം നടക്കുകയാണ്. അതെ അതെ. ഇന്ന് 6ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ രാവിലെ വന്നതാ. വളരെ ബുദ്ധിമുട്ടിയൊക്കെയാണ് വന്നത്. കാട്ടിൽ കൂടെ ഒക്കെ എല്ലാം ലൈറ്റൊക്കെ നല്ല കളർഫുള്ളാണ്, കാണാനൊക്കെ നല്ല ഭംഗിയാണ്, എല്ലാം അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റി നടന്ന് തൊഴുകയൊക്കെ ചെയ്യാം. നല്ല അയ്യപ്പൻ്റെ അയ്യപ്പസ്വാമിയുടെ ഓലയിൽ തീർത്ത രൂപമാണ്. കണ്ടോ, ഏതോ ഒരു കലാകാരൻ ഉണ്ടാക്കിയതാണ്. ആരാണെന്ന് അറിയില്ല. നമ്മൾ തൊഴുവാൻ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. അത് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല പൂക്കൾ പോലെ നല്ല മയിലൊക്കെ കണ്ടു. അതോ നോക്കി, മയിലുണ്ട്. അതെ, മയിലൊക്കെ മയിലിൻ്റെ രൂപം. അതെ, അത് നമുക്ക് ചുറ്റിനുമൊക്കെ ഉള്ള ദേവതകളെ തൊഴുത് വരാം. അത് തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ അവർ ദിവസങ്ങൾക്ക് മുമ്പേ ഇവിടെ വന്ന് ഇതുപോലെ പാർക്കുകയാണ്. അന്നദാനമൊക്കെ ഉണ്ട്. അന്നദാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം അവരുടെ ഒരു ഇതാ. നമ്മൾ ദേവതകളെ തൊഴാനായിട്ട് പോവാം, ഇല്ലയോ? അല്ലെങ്കിൽ വിഷുവിൻ്റെ സെറ്റും മുണ്ടും ഒക്കെ വലിയ ആഗ്രഹമായിരുന്നു. ഒരു സെറ്റും മുണ്ടും മേടിച്ചു കൊണ്ടു. അപ്പോൾ ഞങ്ങൾ ദേവതകളെ തൊഴാനൊക്കെ ഇങ്ങനെ പോവാം. ഇത് നാഗരാജാവിൻ്റെ സർപ്പക്കാവാണ്. ഇവിടെ വീഡിയോ അലോടല്ലായിരിക്കും, എന്നാലും അകത്തലോടല്ലായിരുന്നു. തൊഴു പോയി. അങ്ങനെ ഞങ്ങൾ നാഗരാജനെ തൊഴുത് നമ്മൾ ഇറങ്ങി വരിക. ഇനി നമ്മൾക്ക് വിഘ്നേശ്വരനെ തൊഴുത്, യക്ഷിയമ്മ അങ്ങനെ തൊഴുത് ഇങ്ങനെ പോകണം. അമ്പലത്തിൻ്റെ ഒരു മറുവശം അത് നല്ല ഭംഗിയായി. ലൈറ്റുകളൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല ഭംഗിയാണ്. അതിലും ഭംഗിയായിരിക്കും നാളെ. യഥാർത്ഥത്തിൽ നാളെ ഇവിടെ അടുക്കാൻ പറ്റത്തില്ല, അതേപോലുള്ള തിരക്കായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നത്. അതെ. ഗണപതി ഭഗവാനെ തൊഴുത് പ്രസാദമൊക്കെ മേടിച്ച് വരിക. ഗണേശനെ തൊഴുതോ? ഗണപതി പോയി തൊഴുതു. ഇനി ഉദയതകളെല്ലാം നമ്മൾ തൊഴുതല്ലോ, അല്ലയോ? ഇനി നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം, ചുറ്റിനുമൊക്കെ ഉള്ള. ഇതിൻ്റെ ഭഗവാന്റെ പുറവശമാണ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡായത്. ബാക്ക് സൈഡിലൂടെയാണ് വന്നത്. ബാക്ക് സൈഡിലൂടെ. ഫ്രണ്ട് വശം അതെ, കാണിക്കാൻ പറ്റാണ്. ഇത് ഫ്രണ്ട് വശമാണ്. കണ്ടോ, നല്ലൊരു വർഷങ്ങൾ പഴക്കമുള്ള ഒരാല. 100 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആലാണെന്ന് തോന്നുന്നു. കാലത്തൊക്കെ എൻ്റെയൊക്കെ ചെറുതിലെ ഉണ്ട് ഇവിടെ. അതെ അതെ, ആ ആല് കാണുമ്പോൾ അറിയാം. ഭയങ്കര. ഞാൻ ജനിച്ചു വളർന്നത് ഈ കുളത്തൂപ്പുഴ നാട്ടിലാണ്. ഞാൻ എൻ്റെ അനിയത്തി എല്ലാം. അതെ, കുളത്തൂപ്പുഴക്കാരിയാണ് ശാലിനി. ശാലിനിയുടെ നാട്ടിലാണ് നമ്മൾ തൊഴാൻ വന്നത്. ജനങ്ങൾ വന്നു തുടങ്ങി. വൈകിട്ടാണ് എഴുന്നള്ളത്തും കാര്യങ്ങളും. വൈകിട്ടൊക്കെ നല്ല എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല 10-15 ആനകളൊക്കെ കാണും. നല്ല എഴുന്നള്ളത്തും കെട്ടുകാഴ്ചയും കാര്യങ്ങളും എഴുന്നള്ളത്തും ഒക്കെ കാണും. നല്ല കെട്ടുകാഴ്ചയും കെട്ടുകാഴ്ചയൊക്കെ ഭയങ്കരമാണ് കാണാൻ. ആനയൊക്കെ നല്ല നെറ്റിപ്പട്ടമൊക്കെ വെച്ച് അലങ്കരിച്ച് ഭഗവാന്റെ തിടമ്പൊക്കെ എഴുന്നള്ളത്തും ആറാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആറാട്ടും ഒക്കെ ഉണ്ട് വൈകിട്ട്.
ഇതാണ് പ്രവേശന കവാടം എന്ന് പറയുന്നത്. കോട്ടപ്പുഴ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം. അതെ, ഇതിപ്പോൾ പുതിയതായിട്ട് പണിഞ്ഞതാണ്. അയ്യപ്പൻ്റെ ഇതൊക്കെ വച്ചിട്ടുണ്ട്, പ്രതിഷ്ഠ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നല്ല തിരക്ക് തുടങ്ങി. നാളെയെങ്കിലും ഇവിടെ ഇതുപോലെ ഒന്നും എടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെ വാഹനങ്ങളൊക്കെ ഉണ്ടോ പാർക്ക് ചെയ്തേക്കുന്നത്. ഭയങ്കര തിരക്കാണ് പാർക്കിംഗ് ഏരിയ. അത് താഴോട്ട് തിരുമക്കള് മീനൊക്കെ ഉണ്ട്. അതോട്ടൊക്കെ ഇപ്പൊ പോകാൻ പ്രയാസമാണ്. ഇവിടുന്ന് മാറിക്കിടക്കുകയാണ് മീന്. വലിയ മീനുകളുണ്ട്. അതെ, വലിയ സൈസ് നമ്മുടെ അത്രയൊക്കെ ഉള്ള മീനുകളുണ്ട്. തിരുമക്കളെന്ന് പറയും. തിരുമക്കൾക്ക് പൊരി ഇട്ട് കൊടുത്താൽ, പൊരിയോ അരിയോ അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്താൽ നമ്മുടെ സ്കിന്നിന് പുറത്തു വരുന്ന ത്വക്ക് രോഗങ്ങൾക്കൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. അതാണ് വിശ്വാസം. അവർക്ക് പൊരിയോ അരിയോ ഒക്കെ കൊടുത്താൽ നമ്മുടെ സ്കിന്നിന് പുറത്തുള്ള അരിമ്പാറ അങ്ങനെ പോലുള്ള ത്വക്ക് രോഗങ്ങളൊക്കെ മാറി കിട്ടുമെന്നാണ് ഈ കോട്ടപ്പുഴ അമ്പലത്തിൻ്റെ ഒരു വിശ്വാസം. അതെ, അങ്ങനെ ചരിത്രങ്ങളുണ്ട് പറയാനൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ മെയിൻ, അതാ മെയിൻ എൻട്രൻസ്. പ്രവേശിക്കാനുള്ള പാലമാണിത്. അമ്പലത്തിന്റെ പണി നടക്കുന്നുണ്ട്. അമ്പലത്തിന്റെ പണിയല്ല, പാലത്തിന്റെ. അതല്ല, അമ്പലത്തിന്റെ അല്ല, പാലത്തിന്റെ പണി. ഇതൊക്കെ തിരുമക്കൊക്കെ ഉള്ള. അതെ, അതിന്റെ പൊരികൾ അവർക്ക് കൊടുക്കാനുള്ള പൊരികളൊക്കെയാണ്. തിരുമക്കൊക്കെ കൊടുക്കാനുള്ള പൊരിയാണ്. ഇത് പഴയ പാലമാണ്. അതുകൊണ്ട് പുതിയ പാലത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കും അവിടെ. പാലം പുതിയ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അമ്പലത്തിന്റെ മെയിൻ ഭാഗങ്ങളാണ് അതൊക്കെ. തിരുമക്കളെ കാണുന്നുണ്ട്. അവർ ഓളമൊക്കെ കളിക്കുന്നുണ്ട്. ചെറുതായിട്ട് നോക്കാം. മീനുകള് തിരുമക്കളെന്നാണ് അവരെ അറിയപ്പെടുന്നത്. ഞാൻ വിചാരിച്ചത് ഇന്ന് തിരക്കായതുകൊണ്ട് കാണാൻ പറ്റത്തില്ലെന്നാണ്. കുറേ കൂടെ കഴിയുമ്പം മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ തിരുമക്കളെ കാണാൻ അവർ പൊരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആണ്ടെ പൊരി നിങ്ങൾക്ക് കാണാൻ വ്യക്തമാവുമെന്ന് അറിയത്തില്ല, എന്നാലും കണ്ടോ പ്രാവുകൾ ശരിക്കുണ്ട്. ഈ പൊരിയൊക്കെ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഇവിടെ അവർ വന്നിരിക്കുക രാവിലെ തന്നെ. തിരുമക്കള് കളിക്കുന്നുണ്ട്. ആണ് ഈ ഓളം കിടന്നേക്കാണ്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവര് നമുക്ക് ക്ലിയർ അല്ല, എന്നാലും ഏകദേശം ഉദ്ദേശം കാണാൻ പറ്റത്തില്ലെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ കാണാൻ പറ്റുന്നുണ്ട്. അതെ, അവരെല്ലാം ഓടിച്ചാടി നടക്കുക. ഇഷ്ടംപോലെ പൊരികൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് തിന്നാനേ ഇതൊരു വലിയ അത്ഭുതമാണ്. ഈ എത്ര വെള്ളപ്പൊക്കം വന്നാലും ഇവര് മീനുകളെന്ന് അങ്ങനെ പറയാറില്ല, തിരുമക്കളെന്നാണ് പറയാറുള്ളത്. എത്ര വെള്ളപ്പൊക്കം വന്നാലും ഇവർ ഇവിടുന്ന് പോകില്ല. വലിയ ഒരു ചരിത്രം തന്നെയാണ്, ഒരു കഥയാണ്, ഒരു ഐതിഹ്യം തന്നെ ഉണ്ട് ഇവിടെ. ഇതാണ് കുളത്തപ്പുഴയാറ് ഇല്ലയോ എന്ന് പറയുന്നത്. ജലകന്യകളെന്നാണ് അറിയപ്പെടുന്നത്. അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ അവര് കിടക്കുന്നത്. അയ്യപ്പന്റെ അനുഗ്രഹമുള്ള ഒരു മീനുകളാണെന്നാണ് പറയുന്നത്. ജലകന്യമാരെന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. മീനുകളെന്ന് പറയത്തില്ല, തിരുമക്കളെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് പാലത്തിൽ നിന്ന് ഇറങ്ങി ഒരു മെയിൻ എൻട്രൻസ് നമ്മൾ കണ്ടില്ല. ദൂരെ നോക്കാൻ നല്ല കാഴ്ചയൊക്കെയാണ് കാണാനൊക്കെ. ഇല്ല കണ്ടോ, അതിൻ്റെ ഭംഗി ഇത്രയും ദൂരത്തുനിന്ന് കാണുമ്പോഴായിരിക്കും. ദൂരെ കൂട്ടി കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അതെ അതെ അതെ. എല്ലാം പാർക്കിംഗ് വണ്ടിയിൽ പാർക്കിംഗ് ഏരിയ ഒക്കെയാണ്. വളയം സൈഡും ഒക്കെ മേടിക്കുന്ന അവിടെ കയറിയിട്ടുണ്ട്. തിരുമക്കൾക്കുള്ള മീനൂട്ട് വഴിപാട് വളയം സൈഡും ഒക്കെ അവിടെ കയറിയേക്കോ. നേരെ അങ്ങനെ കുളത്തൂപ്പുഴ വാണരുളും ശ്രീ ഭക്തജനങ്ങള് നല്ല തിരക്കൊക്കെ കൂടി വരുക. ഭക്തജനങ്ങളെ അയ്യപ്പന്റെ പ്രധാന വണ്ടികളൊക്കെ തന്നെ നാളെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. അയ്യപ്പന്റെ കൃപാകടാക്ഷങ്ങൾക്ക് പാത്രീ കന്നി അയ്യപ്പന്മാരോടും ഭക്തി ആദരപൂർവ്വം
എടുത്തു തീർന്നില്ല, എല്ലാം എടുക്കുന്നതേ ഉള്ള ആള് ഇങ്ങനെ ഓരോന്ന് നോക്കി 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 അങ്ങനെ വൈൻഡപ്പ് ചെയ്യുന്നോ? ഹലോ, ഇങ്ങോട്ട് നോക്ക്, എല്ലാവരോടും പറഞ്ഞിട്ട് വെട്ടത്തിലൊന്ന് എടുക്കാം, വൈൻഡപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുവരെ എടുത്തു തീർന്നില്ല, എടുത്തുകൊണ്ടേ ഇരിക്കുക. കട മൊത്തം മേടിക്കണമെന്നുള്ള പ്ലാനില്ല പുള്ളിയുടെ നിപ്പ്. ഇല്ലേ ശാലു, ഈ കടയങ്ങ് വിലക്ക് മേടിച്ചാലോ നമുക്ക്? പ്രേക്ഷകർക്കെല്ലാം നമ്മുടെ ഗിഫ്റ്റായിട്ട് കൊടുക്കാമായിരുന്നു, ഓരോ സ്ലൈഡും കമ്മലും ഒക്കെ, ഇല്ലയോ? വിഷുവൊക്കെ ആയിട്ട് ഓരോ വിഷുക്കണി നീട്ടോ, ശാലിയുടെ വക സ്ലൈഡ് കമ്മല്, ഇല്ലയോ? നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വിഷു ആശംസ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസ.